തമിഴ്നാട്ടിൽ നിന്നും ഏറ്റവും പുതിയൊരു വാർത്ത വരുന്നുണ്ട്. AIDMK പിളർന്നു. എടപ്പാടി കെ പളനിസ്വാമിയെ നിയമസഭാ കക്ഷി നേതാവായി പിന്തുണച്ച് നിയമസഭാ സെക്രട്ടറിക്കും പ്രൊട്ടൈം സ്പീക്കർക്കും കത്ത് നൽകി 17 MLA-മാർ. 30 പേർ TVKക്ക് പിന്തുണ നൽകും. മനീഷ് മൂർത്തി വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേർന്നു. മനീഷ്, അങ്ങനെ ആ പാർട്ടി പിളർന്നു എന്നുള്ള സ്ഥിരീകരണം വരുന്നു, എന്താണ് വിവരങ്ങൾ? പ്രവിത, അനൂപ്, അത് പിളർന്നു എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ എന്തായാലും പറയാൻ സാധിക്കുന്നു. കാരണം 2 ഫ്രാക്ഷനായി മാറിയിരിക്കുന്നു. ഒന്ന് EPS വിഭാഗവും ഒന്ന് SP വേലുമണി CV ഷൺമുഖം വിഭാഗവുമായി മാറിയിരിക്കുന്നു എന്നുള്ളത് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് കൃത്യമായി തന്നെ പറയാൻ പറ്റും. എന്തായാലും 30 പേരുടെ പിന്തുണ അത് TVKക്ക് നൽകുന്ന രീതിയിലേക്കല്ല അവർ നിലവിലുള്ള ഒരു പോക്കെന്ന് പറയുന്നത്. അതായത് 2 ഫ്രാക്ഷൻ ആവുന്നു. അതിൽ EPS-നെ പിന്തുണയ്ക്കുന്ന 17 പേർ നിലവിൽ നിയമസഭാ കക്ഷി നേതാവായി EPS-നെ പിന്തുണയ്ക്കുന്ന 17 പേർ നിലവിൽ നിയമസഭാ സെക്രട്ടറിക്കും പ്രോട്ടേം സ്പീക്കർക്കും കത്ത് നൽകുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് SP വേലുമണിയെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തുകൊണ്ട്, അതായത് DMK-യിലെ SP വേലുമണിയെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തുകൊണ്ട് 30 പേർ ഒപ്പിട്ടൊരു കത്ത് നിയമസഭാ സെക്രട്ടറിക്കും അതുപോലെ തന്നെ പ്രോട്ടേം സ്പീക്കർക്കും കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 ഫ്രാക്ഷനായി മാറിയിരിക്കുന്നു, പിളർന്നിരിക്കുന്നു DMK എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ അപ്പുറത്തുള്ള 30 പേർ, അതായത് ഈ CV ഷൺമുഖത്തിന്റെ നേതൃത്വത്തിലുള്ള 30 പേർ എന്തായാലും TVKക്ക് പിന്തുണ നൽകണം എന്നുള്ള ഒരു തീരുമാനത്തിൽ നേരത്തെ എത്തിയിരുന്ന ആളുകളാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പിളർപ്പോട് കൂടി ഇനിയിപ്പോൾ നാളെ എന്തായാലും സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായും ഈ 30 പേരും TVKയെ പിന്തുണയ്ക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനിടയിൽ വന്നിരിക്കുന്നത് മനീഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.